വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ അവിടെ ശാലിനിയാണെങ്കിൽ ബോധം കെട്ട് കിടക്കുമ്പോൾ പിന്നീട് ശിവനാണെന്ന് തോന്നുന്നു, കണ്ടെത്തുന്നതെന്ന് തോന്നുന്നു. അതിനുശേഷം അവർ വീണ്ടും യാത്ര തിരികെ മടങ്ങി ശാരദാം പറഞ്ഞ അനുസരിച്ച് ഒരു പക്ഷേ ശാലിനി പിന്നോട്ടില്ല. അവിടെ ആ ഒരു പാപനാശിനി പുഴയിലേക്ക് ആ ഒരു കർമ്മം ചെയ്യാൻ തന്നെയാണ് ശാലിനി പോകുന്നത്. അതനുസരിച്ച് അവരവിടെ എത്തുന്നുണ്ട്. അതിനുശേഷം ആ ഒരു പുഴയുള്ള ഒരു അരുവി പോലെ ആ ഒരു സ്ഥലത്താണ് കാണിക്കുന്നത്. അവിടെ ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശാലിനി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടുത്തെ ഒരാളാണ് മൂപ്പൻ, അങ്ങനെ എന്തോ കാട്ടിലെ ഒരാളാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേറെ ഒരു സ്ത്രീയും പുരുഷനും ആണെങ്കിൽ കൂട്ടിന് നിൽപ്പുണ്ട്. അവിടെ താമസിക്കുന്ന ആദിവാസികളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാട്ടിൽ താമസിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവാണെന്ന് തോന്നുന്നു. അവർ കൂടെ നിൽപ്പുണ്ട്. ശിവനും അടുത്ത് നിൽപ്പുണ്ട്. ശാലിനിയാണെങ്കിൽ ആ പുഴയുടെ അറ്റത്തിരുന്ന് തന്നെ ഈ പൂജകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് ചെയ്യുന്നുണ്ട്. അന്നേരം വളരെ സങ്കടത്തിൽ തന്നെയാണ് ശാലിനി തന്നെയാണ് ആ ഒരു ഭർത്താവിന് വേണ്ടി, വിഷ്ണുവിന് വേണ്ടി ആ ഒരു പൂജയും കർമ്മങ്ങളും ഒക്കെ അവിടെ ചെയ്യുന്ന. അവസാനം ആ പൂവൊക്കെ ഇങ്ങനെ ആ വിളക്കിലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിളക്ക് അണഞ്ഞു പോകുന്നെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ ആ ചെറിയ പൂജകളൊക്കെ അവിടെ നടക്കുന്ന കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഒഴുക്കുന്ന ആ സീനൊന്നും കാണിക്കുന്നില്ല. അതേസമയം അവിടെ ശാരദാമ്മയുടെ വീട്ടിലാണെങ്കിൽ രേഷ്മ എത്തുന്നുണ്ട്. വിഷ്ണുവിൻ്റെ തുടിക്കുന്ന ഹൃദയവുമായിട്ട് ശിവൻ ജീവിച്ചിരിക്കുമ്പോൾ ആ ഒരു ശിവൻ്റെ സാന്നിധ്യത്തിൽ എന്തിനാ വിഷ്ണുവിൻ്റെ ആ ഒരു ആത്മാവിന് മോക്ഷത്തിന് വേണ്ടി എന്തിനാ പൂജ ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ഇനിയിപ്പോൾ എന്ത് ചെയ്യും ശാരദാമ്മയെന്നും പറഞ്ഞ് രേഷ്മ ചോദിച്ച് നിൽക്കുകയാണ്. അവരങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന സീനാണെങ്കിൽ രാത്രിയാണെങ്കിൽ അവിടെ ഇനിയിപ്പോൾ ആ ഒരു പൂജ നടക്കുന്ന ടൈമിലാണോ എന്തോ ശാരികയാണെങ്കിൽ ഇങ്ങനെ അടുക്കളയിലേക്ക് പോകുമ്പോൾ കാൽ തെന്നി അവിടെ വെള്ളത്തിലോ എന്തോ ചവിട്ടി ഇങ്ങനെ അടുക്കളയിൽ വീണ് നന്നായിട്ട് താഴേക്ക് വീഴുകയാണ്. അന്നേരം നിലവിളിക്കുന്നുണ്ട് ശാരികയാണെങ്കിൽ. അന്നേരം ശാരദാമ്മ ഓടി ചെല്ലുന്നുണ്ട്. അന്നേരം ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. ശാരികയ്ക്ക് നന്നായിട്ട് വയറൊക്കെ വേദനിച്ച് ഒരു പ്രസവ സമയം അടുത്തെന്ന രീതിക്ക് തന്നെയാണ് ശാരിക ഇരിക്കുന്നതും ഒക്കെ നിൽക്കുന്ന ആ ഒരു ടൈം തന്നെയാണ്. അപ്പോൾ ഇനി ശാരികയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ആരൊക്കെ സഹായത്തിനെത്തും? ഇനി ഹോസ്പിറ്റലിൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ? ആ ഒരു അപകടം ഇതിലൂടെ ഇനി മാറിപ്പോകുമോ, അതോ ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ പ്രസവം നടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനുശേഷം അവരാണെങ്കിൽ ആ ഒരു രാത്രി അവിടെ താമസിക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പിന്നെ ശിവനും ശാലിനിക്കും ഒക്കെ ആ കാട്ടിലുള്ള ആ സ്ത്രീയും ആ പുരുഷനാണെങ്കിൽ അവർ പിന്നെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ ആണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്, ശരിക്കും ശ്രീരാമചന്ദ്രനും സീതാദേവിയും പോലെ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അത് ആരോടാണ് പറയുന്നത് എന്നുള്ള സീൻ കാണിക്കുന്നില്ല. ആ സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ശിവൻ അപ്പോൾ ഇരുന്ന് അങ്ങ് ഭക്ഷണം കഴിക്കുന്നുണ്ട്. മറുവശത്താണെങ്കിൽ ശാലിനി ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി യോജിക്കുമ്പോൾ ഇവരിന് ശിവനെയും ശാലിനിയും കൂടി ഒന്നിച്ച് ചേർക്കാനുള്ള പ്ലാനിങ് ആണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതിനുശേഷം അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കർമ്മങ്ങളൊക്കെ നന്നായിട്ട് നടക്കുമോ ഇല്ലയോ എന്ന് കാണിക്കുന്നില്ല. പക്ഷെ ആ ഒരു പൂജയൊക്കെ ആ പുഴവക്കിലിരുന്നുകൊണ്ട് ശാലിനി എല്ലാം ചെയ്യുന്നുണ്ട്. ആ പൂവൊക്കെ ഇങ്ങനെ വിളക്കിലേക്ക് ഇടുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ വിളക്ക് അണയുമോ ഇല്ലയോ എന്നുള്ളതൊന്നും കറക്റ്റായിട്ട് ഈ പ്രൊമോയിൽ കാണിച്ചിട്ടില്ല. ഇനി എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം എന്താവും. എന്തായാലും പൂജ ചെയ്യാനായിട്ട് അവരവിടെ എത്തുന്നുണ്ട്. അവിടെ ശാരീരിക്കും എന്തോരാപത്തൊക്കെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ ഇനി എന്താകും എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ കാണാം. പക്ഷെ മുമ്പൊരു ശ്യാമയാണെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടതിൽ ഒരു കുഞ്ഞിനെ കൊണ്ടിരിക്കുന്ന ഒരു പിക്ചർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിൽ ശാരീരിക പ്രസവിക്കും, ആ കുഞ്ഞിനെയൊക്കെ കാണിക്കും. ഇവരിപ്പോൾ അതും കടന്ന് തിരിച്ചു പോവുകയായിരിക്കും ചെയ്യുന്നത്. എന്താകും എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. ഓക്കെ, താങ്ക് യു.